ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മൈസൂർ പോയ വിശേഷങ്ങളൊക്കെയാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ മൈസൂർ വിശേഷങ്ങൾ 2 പാർട്ടായിട്ടാണ് ഞാൻ ഇടാനായിട്ട് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 2 ദിവസമാണ് മൈസൂരുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ലോങ് ആകും എന്ന് കരുതിയിട്ടാണ് 2 പാർട്ടായിട്ട് ഇടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കൂടെ സബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഇതാ ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 3 മണി ആവാറായപ്പോൾ ഞങ്ങളിതാ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുട്ടികളെയൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ അളിയനും അതുപോലെ മുജിക്കയും എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആരൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങളും ഫാമിലിയും, അതായത് ഞാൻ മുജിക്ക കുട്ടികൾ, പിന്നെ അതുപോലെ തന്നെ എൻ്റെ താത്തയും അളിയനും കുട്ടികളും, അങ്ങനെ ഞങ്ങൾ 2 ഫാമിലിയാണ് പോകുന്നത്. ഞങ്ങൾ പോകുന്നത് കാറിലാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ, 5 മണി കഴിഞ്ഞു, 5:30 ആയിട്ടുണ്ടാവും ഏകദേശം. ഇതാ വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞങ്ങളിതാ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കുട്ടികളൊക്കെ നല്ല ഉറക്കമായിരുന്നു. റൈമോള് മാത്രമേ ഉറങ്ങാത്തതുണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഹാദിയും മാഷിമൊക്കെ നല്ല ഉറക്കമായിരുന്നു. തനിമോളും നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയപ്പോൾ റൈമോൾക്ക് ചായ വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ മുജിക്കയും നല്ല ഉറക്കമാണ്. മുജിക്ക വണ്ടി നിർത്തിയത് ഒന്നും പറഞ്ഞിട്ടില്ല. ആൾക്ക് 2 ദിവസത്തെ ഉറക്കക്ഷീണൊക്കെ ഉള്ളത് കൊണ്ട് ഉറങ്ങിപ്പോയതാണ്. പിന്നെ കുട്ടികളൊക്കെ രാവിലെ തന്നെ ചായയും അതുപോലെ ചപ്പാത്തിയും ബീഫൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അതുപോലെ അളിയനും ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ചായ ആവശ്യമായിട്ട് വന്നു. അങ്ങനെ താത്തയും അതുപോലെ കുട്ടികളും എല്ലാവരും ചായ കുടിക്കുകയാണ്. തനിമോളിനതാ മുജിക്ക അവിടെ എത്തിയിട്ടാണ് പോകുന്നത്. പാവം സങ്കടം തോന്നിയിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ഉള്ളിലേക്ക് തന്നെ ഇരുത്തുകയാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ അവളിതാ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ചായ വന്നപ്പോൾ മുജിക്കാൻ്റെ ഉറക്കം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മുജിക്കയും എൻ്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ചു. പിന്നെ ഞാൻ വേറൊരു ചായ വാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഇതാ റൈമോൾക്ക് ചായയും വേണ്ട, ഒന്നും വേണ്ട. അവളാകെ ഒരു മൂഡ് ഓഫാണ്. എന്താണെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ എണീക്കുന്നതല്ലേ, അതിൻ്റെ ഒരു മൂഡ് ഓഫാണ്. ഞങ്ങൾ തമിഴ്നാടൊന്നും എത്തിയിട്ടില്ല. കേരളത്തിൽ നിന്ന് തന്നെതാ ഞങ്ങൾക്കൊരു ആനേനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ല പോസ് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ കാറിനോട് അടുത്ത് തന്നെയാണ് ഈ ആന നിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തൊന്നുമില്ല കേട്ടോ. എന്തായാലും നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ നേരെ നിന്ന് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനി പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളീ പോകുന്നത്. അങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായി തന്നെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കിതാ ബീഫും അതുപോലെ ചപ്പാത്തിയൊക്കെ കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ റൈമോളും തനിമോളും നന്നായി ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. ആകെ ആവശ്യമായിരുന്നു. അത് കണ്ടിട്ട് ഹാഷിമും അതുപോലെ ഛർദ്ദിക്കാനായിട്ട് തുടങ്ങി. പിന്നെ നമ്മൾ പോകുന്ന ഈ വഴിയില്ലേ, കാണാൻ നല്ല ഭംഗിയാണ്. ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്ന വഴി മുതുമല വഴിയാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ ഇറങ്ങുന്നത് ഏകദേശം 2 മണിക്ക് ഇറങ്ങി ഏകദേശം 6 മണിയാകുമ്പോഴേക്കും മുതുമല ചെക്ക് പോസ്റ്റ് എത്തണം എന്നായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാന്. പക്ഷേ ആ പ്ലാനുകളൊക്കെ നമുക്ക് തകിടം മറിയുകയാണ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ തനിമോൾ ആദ്യം തന്നെ ഛർദ്ദിച്ച് ആകെ കൊളാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് വണ്ടിയൊക്കെ നിർത്തി കഴുകലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ആ ഒരു സമയം പോയി. അത് കഴിഞ്ഞതും റൈമോള് ഛർദ്ദിക്കാനായിട്ട് തുടങ്ങി. അത് കണ്ടപ്പോൾ ഹാഷിമും കൂടെ ഛർദ്ദിക്കാനായിട്ട് തുടങ്ങി. ആകെ ഇന്നത്തെ ദിവസം തന്നെ മൊത്തത്തിൽ പോക്കായിരുന്നു. രാവിലെ തൊട്ട് ഉച്ച വരെ തനിമോളുടെയും റൈമോളുടെയും ഛർദ്ദിക്കലായിരുന്നു. പിന്നെ അവരുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളാകെ കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ മുതുമല ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ആദ്യം തന്നെ മാനിനെയാണ് കണ്ടത്. നിറയെ മാങ്കൂട്ടങ്ങളുണ്ട്. നമ്മളിങ്ങനെ പൈക്കളെയൊക്കെ മേയ്ക്കാനായിട്ട് വിടില്ലേ, അതുപോലെയാണ് നമുക്ക് മാങ്കൂട്ടങ്ങളെ കാണാനായിട്ട് പറ്റിയത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ മാനിനെയൊക്കെ ഡയറക്റ്റ് നേരിട്ടിങ്ങനെ കാണുന്നത്. ഇതുപോലെ
ഫോണിലൂടെയും അതുപോലെ ഓരോ വീഡിയോസിലൂടെയൊക്കെ കാണുക എന്നല്ലാതെ ആദ്യമായിട്ടാണ് ഇതുപോലെ മാനിനെ കാണുന്നത്. പിന്നെ ഇതാ നമ്മുടെ സിംഹവാലൻ കുരങ്ങില്ലേ, അതാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കുരങ്ങുകളെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ മെല്ലെ വണ്ടിയൊക്കെ ഒന്ന് സ്ലോ ആക്കിയിട്ട് ഞങ്ങളിതാ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ അവിടെ ഒരു ആന നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതാ ഇവിടെ കുറേ ആനക്കൂട്ടങ്ങളുണ്ട്. ഇതൊക്കെ ഈ ആനേനെ മെരുക്കാനൊക്കെ കൊണ്ട് നിർത്തില്ലേ, ആ ആനകളാണ്, അല്ലാതെ കാട്ടാനകളല്ല കേട്ടോ. നമ്മൾ ആകെ ഒരു കാട്ടാനേനെ ഇന്നത്തെ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ആ ഫസ്റ്റ് കണ്ട ആ ആനയാണ്. അവിടെ കുറേ ആനകൾ നിൽക്കുന്നുണ്ട്, ഒരു 4 എണ്ണവും മറ്റേ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതാ ഇവിടെ വേറൊരു ആന നിൽക്കുന്നുണ്ട്. ആനകൾ കുറേ കാണാനായിട്ട് പറ്റി, പക്ഷെ അതൊന്നും കാട്ടാനകളല്ല, അവർ മെരുക്കുന്ന ആനകളാണ്. പിന്നെ ഇതാ ഇവിടെ കുറേ മാൻകൂട്ടങ്ങളുണ്ട്. ഇവരുടെ ആ കൊമ്പൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഈ വെൽവെറ്റൊക്കെ ഇല്ലേ, അതുപോലെ തോന്നും ആ കൊമ്പിൻ്റെ ആ ഭാഗം കാണാനായിട്ട്. ഞങ്ങൾ കുറച്ചുകൂടി നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ നിറയെ കാണാമായിരുന്നു. കാരണം ഇപ്പോൾ ഏകദേശം വെയിലൊന്ന് ചൂടായി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചേ കാണാനായിട്ട് പറ്റുള്ളൂ. കുറച്ച് എന്ന് വെച്ചാൽ ഈ മാനുകളെ മാത്രമേ അധികം കാണാനായിട്ട് പറ്റുള്ളൂ. പിന്നെ കുരങ്ങന്മാരുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ നന്നായി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസൊക്കെ. ഓരോ മാനിനെ കാണുമ്പോഴും അവർ ആർമാദിക്കുകയായിരുന്നു. ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ജീവിതത്തിലൊക്കെ എന്തായാലും ഇതൊക്കെ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം, എന്നാലേ നമ്മുടെ ജീവിതമൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. അതാ അവിടെ ഒരു ആന നിൽക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയാണ്. അവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കണം എന്നൊക്കെയുണ്ട്, പക്ഷേ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് നമ്മളതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെ വണ്ടി പോലും നിർത്താൻ പാടില്ല എന്നാണ് നിയമം. പിന്നെ ഇതാ ഈ ഒരു മരം കണ്ടോ, പൂത്ത് നിൽക്കുന്ന കാണാൻ തന്നെ എന്തൊരു ഭംഗിയാലേ. ഫുള്ള് റെഡിഷായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതാ അടുത്ത മാൻകൂട്ടത്തിനെ കാണുന്നുണ്ട്. നമ്മൾ ഈ ആടുകളെയും പൈക്കളെയൊക്കെ മേയ്ക്കാനായിട്ട് വിടില്ലേ, അതുപോലെ കൂട്ടായിട്ടാണ് ഇവർ ഈ നടക്കുന്നത്. ഒരു പുല്ല് തിന്നുകയാണെന്നാണ് തോന്നുന്നത്. എല്ലാവരും ഒരുമിച്ചാണ്. ഇതാ കണ്ടോ, പുല്ല് തിന്നുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. പിന്നെ ഇതാ സിംഹവാലൻ കുരങ്ങ്, അവരുടെ മുഖം നോക്കിയാൽ തന്നെ എന്തൊരു നിഷ്കളങ്കതയാണ് ഇല്ലേ. പിന്നെ ഇതാ 2 മയിലുകൾ നല്ല പീലിയോടുകൂടി തന്നെ നിൽക്കുന്നുണ്ട്. ഈ റൂട്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഇവിടെ നിൽക്കുന്ന ഈ ഒരു മാനില്ലേ, അതിന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അതിൻ്റെ ആ കൊമ്പൊക്കെ ഒരു വെൽവെറ്റ് പോലെയാണ് ഇരിക്കുന്നത്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. ഇതുപോലെയൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നുകയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഇതാ കുരങ്ങന്മാരൊക്കെ ഇതാ നേരെ തന്നെ പോസ് കാണിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ മുതുമല കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് കർണാടകയാണ്, അതായത് കർണാടക സ്റ്റേറ്റാണ് ഇനി വരുന്നത്. ഇനിയിപ്പോൾ ഇതാ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണ് ഇനി അടുത്തത് നമ്മൾ കിടക്കുന്നത്. ഇവിടെ കുറേ ടൈഗറിനെ കാണും എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ നമ്മളൊന്നിനെയും കണ്ടില്ല. ഇതാ ഇവിടെ കുറച്ച് കുരങ്ങന്മാർ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫ്രൂട്ട്, അത് ഫ്രൂട്ടാണോ എന്താണോ എന്നറിയില്ല, അത് കണ്ടപ്പോൾ നല്ല അതിശയം തോന്നി. അങ്ങനെ ഞങ്ങളിതാ ഒരു ചായക്കട കണ്ടപ്പോൾ അവിടെ നിർത്തി കുട്ടികൾക്കിതാ ജ്യൂസ് വാങ്ങിക്കൊടുത്തു. റേമോൾക്കും തനിമോൾക്കും ആകെ ഛർദ്ദിച്ച് ക്ഷീണിച്ചത് കൊണ്ട് ഓരോ മിറാണ്ട വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരും മിറാണ്ട കുടിച്ചു. പിന്നെ ഞാനും അതുപോലെ മിറാണ്ട തന്നെയാണ് കുടിച്ചത്. അങ്ങനെ ഇതാ കുട്ടികൾക്കൊക്കെ പാലൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചെത്തിയപ്പോൾ ഇളനീര് കണ്ടിരുന്നു, അതുകൂടി വാങ്ങിക്കൊടുത്തു. ഇളനീര് കഴിച്ചപ്പോഴാണ് കുട്ടികൾക്ക് കുറച്ചൊരു ആശ്വാസം തോന്നിയത്. അതാകുമ്പോൾ വയറിന് വലിയ കേടൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അത് കുടിച്ചപ്പോൾ കുറച്ചൊന്ന് ഉഷാറായിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ.
പിന്നെ ഞങ്ങളെല്ലാവരും ഇളനീര് വാങ്ങി കുടിച്ചു. പിന്നെ ഇതാ ഇളനീര് പൊട്ടിച്ച സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള തേങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു. ചപ്പാത്തിയൊന്നും അവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ വയറിന് സുഖം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ചപ്പാത്തിയൊന്നും കഴിച്ചില്ല. ഇതുപോലെ ഇളനീരൊക്കെ കഴിക്കുകയാണ് ചെയ്തത്. പ്രേമോൾക്കൊന്നും തീരെ വയ്യ, ആകെ അവശയായ നിലയിലാണ് ആള്. അങ്ങനെ ഞങ്ങളിതാ ഒരു 2 മണിയായപ്പോൾ ഞങ്ങൾ സൂവിൽ പോകാനായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേറൊരു ഭാഗത്താണ് വണ്ടി പാർക്ക് ചെയ്തത്. എന്നിട്ട് കുറച്ചങ്ങോട്ട് നടക്കുകയാണ് ചെയ്തത്. നല്ല വെയിലുണ്ടായിരുന്നു, വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ചൂടായിരുന്നു. മഴയൊന്നുമില്ല ഈ ഭാഗത്ത്. ഊട്ടിയിലൊക്കെ നല്ല മഴയാണ് എന്നൊക്കെ കേട്ടു. പക്ഷേ ഈ ഭാഗത്ത് നല്ല വെയിലായിരുന്നു, പോരാത്തതിന് നല്ല തിരക്കുമായിരുന്നു. വെക്കേഷനൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും തിരക്കുണ്ടായത്. അങ്ങനെ ഞങ്ങൾ സൂവിലെത്തിയിരിക്കുകയാണ്. അവർ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. ഞങ്ങളിതാ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ഞങ്ങളിതാ ഉള്ളിലോട്ട് കടന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ബേഡ്സാണ് കാണുന്നത്. ഫസ്റ്റ് തന്നെ പാരറ്റാണ് ഫുള്ളായിട്ട് കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ അടുത്തത് ഈ കിളികളുടെ പേരൊന്നും എന്തായാലും എനിക്കറിയില്ല. ഇതിൽ കാണുന്ന മിക്ക കിളികളും നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കിളികളാണ്. പിന്നെ ഇത് വേഴാമ്പലാണ്. നമ്മൾ ആദ്യമായിട്ടാണ് വേഴാമ്പലിനെയൊക്കെ നമ്മൾ കാണുന്നത്. പിന്നെ ഇവിടെ കുറേ കിളികളെ കാണുന്നുണ്ട്. പിന്നെ ഇതെന്താ ചെറിയ ലവ് ബേഡ്സൊക്കെ ഇല്ലേ, അതാണ്. പിന്നെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ അതെന്തോ ഒരു താറാവോ അങ്ങനെ എന്തൊക്കെയാണ്. പിന്നെ ആ വെള്ളമയിലിനെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല. ഇത് പിന്നെ മെയിലും ഫീമെയിലും ആണ്. ഇതിൻ്റെ പേരെന്തോ സിൽവർ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പേരാണ്. അതിൻ്റെ പേരും കറക്റ്റായി എനിക്കറിയില്ല. പിന്നെ കുറേ പക്ഷികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആദ്യം തന്നെ കാണുന്നത് പുള്ളിപ്പുലിയാണ്. പിന്നെ അവിടെ സിംഹത്തിൻ്റെ തലയുണ്ട്, കടുവ കിടക്കുന്നുണ്ട്. അങ്ങനെ കുറേ മൃഗങ്ങളെ ഇവിടെ കാണാനായിട്ട് സാധിച്ചു. സിംഹത്തിൻ്റെ തല കാണുന്നുണ്ടല്ലോ. പിന്നെ ഇവിടുത്തെ തിരക്ക് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് തിരക്കായിരുന്നു. പിന്നെ ഗൊറില്ല കിടക്കുന്നുണ്ട്. ഈ ഒരു സിംഹമാണ് കേട്ടോ മുതലായത്. അതിൻ്റെ ആ ചാട്ടവും ഓട്ടമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിന് കാണാൻ തന്നെ എന്ത് ക്യൂട്ടാണെന്നറിയോ, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കുരങ്ങനെ. എന്തായാലും നന്നായി ഇഷ്ടപ്പെട്ടു ആ ഒരു കുരങ്ങനെ. പിന്നെ അവിടെ പുലിയുണ്ട്, പിന്നെ സീബ്രയുണ്ട്, പിന്നെ കരടിയുണ്ട്. അങ്ങനെ കുറേ മൃഗങ്ങളെ കണ്ടു. പിന്നെ ഇവിടെ കുറേ തരം മാനുകളുണ്ട്. ഈ മാനുകളുടെ ഇതും പേരറിയില്ല കേട്ടോ. പുള്ളിമാന്, പുള്ളിയില്ലാത്ത മാന്, അങ്ങനെ അതേപോലെ കൊമ്പുള്ള മാന്, അങ്ങനെ കുറേ മാനുകളുണ്ടായിരുന്നു. പിന്നെ ആന, പിന്നെ ഇതെന്തോ കഴുതയാണെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ കുരങ്ങന്മാരുടെ ഒരു ഭാഗമാണ്. അവിടെ കരടി ഇരിക്കുന്നുണ്ട്, പിന്നെ കാണ്ടാമൃഗമുണ്ട്, പിന്നെ ഒട്ടകപ്പക്ഷി, ജിറാഫ്. ഇപ്പോൾ അങ്ങനെ എല്ലാത്തിനെയും കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആദ്യം തന്നെ ഞങ്ങൾ തിരഞ്ഞത് ഹോട്ടലാണ്. എന്താണെന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. കുട്ടികളൊക്കെ വിശന്ന് കണ്ണ് കാണാതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ കയറി. ഞാൻ എന്തായാലും കഴിച്ചത് വെറും ചോറാണ്. നമ്മുടെ സാമ്പാറും അതുപോലെ മീൻകറിയും ഒക്കെ കൂട്ടിയിട്ട് ഞാനൊരു പിടി പിടിച്ചു. ഇവരെല്ലാവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എനിക്കെന്തോ ബിരിയാണി കഴിക്കാനായിട്ട് തോന്നിയില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ ബിരിയാണിയോടൊന്നും വലിയ കമ്പമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ വയറ് കേടാവും എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ എപ്പോഴും അധികവും ഇതുപോലെ ലേറ്റായിട്ടുള്ളത് എനിക്ക് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളൂ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അടുത്തതായി പോയത് സ്നോ പാലസിലാണ്. സ്നോ പാലസിലെത്തിയപ്പോൾ 600 രൂപയാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ കളിക്കാനുള്ളൊരു മൂഡും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ പുറത്തിരുന്നിട്ട് കുട്ടികളെല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് ഓടിക്കളിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതൊരു ചായ കുടിക്കാൻ ഇറങ്ങി. അപ്പോഴേക്കും സമയം ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് റൂം തിരയുന്ന ഒരു തിരക്കിലാണ്. മുജിക്കയും അതുപോലെ അളിയനും
റൂം തിരയാനായി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം ഞങ്ങളിതാ വണ്ടീൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ റൂമൊക്കെ കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റൂമായിരുന്നു. റൂം കണ്ടതും കുട്ടികളാകെ ചാടിക്കളിക്കലും ആകെ കുത്തിമറിയുന്ന ഒരു അവസ്ഥയാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും 2 റൂമാണ് എടുത്തത്. ഇതാണ് റൂം. അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള റൂമായിരുന്നു. AC ഉണ്ട്, പിന്നെ അതേപോലെ ബാത്റൂമും, അതേപോലെ നല്ല 4 പേർക്ക് കിടക്കാൻ പറ്റിയ ഒരു ബെഡും, അതുപോലെ TV ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് അടിപൊളി വ്യൂ ആയിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കും നമുക്ക്. പിന്നെ ഞങ്ങളിനി ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. പിന്നെ ഈ ഒരു ലൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി. എന്നിട്ട് കുറച്ച് ഹോട്ടലൊക്കെ ഒന്ന് തിരഞ്ഞു, പക്ഷേ നമ്മുടെ മലയാളി ഹോട്ടലൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അജ്വ എന്ന് പറയുന്നൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. അതിലോട്ട് കയറി. അപ്പോൾ അവിടെയും നല്ല തിരക്കായിരുന്നു കേട്ടോ. ഭക്ഷണം കഴിക്കാൻ എല്ലാവരും നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസും, അതുപോലെ നൂഡിൽസ്, പിന്നെ മുചുക്ക നെയ്ച്ചോറും ചിക്കനും ഇതൊക്കെയാണ് കഴിച്ചത്. ഫുഡിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയാനാണെങ്കിൽ വലിയ ക്വാളിറ്റിയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയൊന്നും ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ല എന്ന് പറയാം. ഞങ്ങൾ വാങ്ങിയ ഫ്രൈഡ് റൈസ് ചെറുതായിട്ടൊന്ന് വേവ് കുറവുണ്ടായിരുന്നു. പിന്നെ നെയ്ച്ചോറും അത്രയ്ക്ക് അങ്ങോട്ട് പറ്റിയില്ല. പിന്നെ നൂഡിൽസ് കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ കഴിച്ചു നോക്കിയില്ല. എനിക്ക് ഫ്രൈഡ് റൈസ് പകുതി കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വല്ല ഇഡ്ഡലിയോ ദോശയോ വേണം എന്നായിരുന്നു, പക്ഷേ അതൊന്നും കിട്ടാത്തത് കൊണ്ട് പിന്നെ നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങി ചെറിയൊരു ഷോപ്പിംഗ് നടത്തുകയാണ്. ഒന്നുമല്ല, 2 ബ്രഷ് വാങ്ങാനായിട്ട് കയറിയ അവസ്ഥയാണ് ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാം വാങ്ങുന്ന ഒരു അവസ്ഥയായി പോയി. കാരണം നമുക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വാങ്ങാതെ നമ്മൾ വിടില്ലല്ലോ. അതേപോലെ 20 രൂപയേ ഉള്ളൂ സാധനങ്ങൾക്കൊക്കെ. കുഴപ്പമില്ലായിരുന്നു, വിലയൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കുട്ടികൾക്കുള്ള ടോയ്സൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രഷും കോൾഗേറ്റും ഞങ്ങൾ എടുക്കാനായിട്ട് മറന്നുപോയി. അതുകൊണ്ട് അതും കൂടി വാങ്ങി. അങ്ങനെ അതൊക്കെ വാങ്ങി ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ റൂമിലെത്തി TVയും കണ്ട് കടന്നതേ ഓർമ്മയുള്ളൂ. അങ്ങനെ ഉറങ്ങിപ്പോയി, കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാ പാർട്ട് 2 ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ.